ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പുളിശ്ശേരികളിലെ ഏറ്റവും രുചികരമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ചന്ദ്രക്കാരൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാങ്ങ ഈ ഒരു മാങ്ങയാണ്. അപ്പോൾ ഈ ഒരു ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മാങ്ങ ഉപയോഗിക്കാം. പക്ഷേ ഈ ഒരു മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ മണവും രുചിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. മാമ്പഴ സീസൺ ആകുമ്പം ഫ്രൂട്ട് ഷോപ്പുകളിൽ അപൂർവമായിട്ട് മാത്രം കാണുന്നൊരു മാങ്ങയാണിത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മേടിക്കുക, പുളിശ്ശേരി ഉണ്ടാക്കുക. ഗംഭീര ടേസ്റ്റുള്ള ഒരു പുളിശ്ശേരിയാണിത്. നമുക്ക് ഈ മാങ്ങ വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10 ചന്ദ്രക്കാരൻ മാങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലി ഇതേപോലെ ഒന്ന് പൊളിച്ച് മാറ്റിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. മാമ്പഴത്തിൻ്റെ ആ ഒരു ചാറൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴാണ് പുളിശ്ശേരിക്ക് നല്ല രുചി ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളവും 2 ചെറിയ കഷ്ണം ശർക്കരയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മാമ്പഴത്തിന് നല്ല മധുരമാണെങ്കിലും നമ്മളൊരു കഷ്ണം ശർക്കരയും കൂടി ഇടുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് പുളിശ്ശേരിക്ക് ഉണ്ടാവുക. ഏകദേശം 15 മിനിറ്റെങ്കിലും ഈ മാമ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം. ഞാനിവിടെ വലിയൊരു മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ അത്രയും കാന്താരി മുളക്, കുറച്ച് കുരുമുളക്, അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. മാമ്പഴം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 2-3 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തേങ്ങരപ്പ് വെന്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറി നന്നായിട്ടൊന്ന് ചൂടാറി വരണം. ഇനി നന്നായിട്ട് ഉടച്ച് കട്ട കളഞ്ഞെടുത്തിട്ടുള്ള തൈര് പുളിക്കാവശ്യത്തിന് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചൂട് കറിയിലേക്ക് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കറിയുടെ ചൂടാറിയ ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അളവിൽ തൈര് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ആ ചൂടെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മൂത്ത ശേഷം കറിയിലേക്ക് ചൂടോടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് നേരം ഈ കറിയൊന്ന് അടച്ചു വെക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി മാറ്റി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചോറിൻ്റെ കൂടെ ഈ കറി ഒഴിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ നല്ല എരിവും പുളിയും മധുരമൊക്കെയുള്ള വളരെ രുചികരമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.